എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സ്ത്രീകളോട് പറഞ്ഞാൽ പണി കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നത്. പലർക്കും എപ്പോഴും വലിയ ശത്രു അവരുടെ നാവ് തന്നെയാണ്. ഭാര്യ ബന്ധങ്ങളിലാണ് ഇത് കൂടുതൽ രൂക്ഷമാകുന്നത്. എന്നാൽ പലപ്പോഴും വിജയകരമായ സ്ത്രീ പുരുഷ ബന്ധത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പല കാര്യങ്ങളും പുരുഷന്മാർ തുറന്നു പറയരുത് എന്നതാണ്. ഭാര്യയായാലും ഭർത്താവായാലും കാമുകിയായാലും കാമുകനായാലും പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എല്ലാവർക്കിടയിലും ഉണ്ടാകും. പല കാര്യങ്ങളും പറഞ്ഞാൽ അതുണ്ടാകുന്ന പ്രശ്നം ആ ബന്ധത്തിൽ തന്നെ വിള്ളൽ വരുത്തിയേക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് സ്ത്രീകളോട് തുറന്നു പറയാൻ പറ്റാത്തതായി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ത്രീകൾക്ക് യുക്തിയില്ല എന്നാണ് ഒന്നുള്ള കാര്യം. പുരുഷന്മാർ യുക്തിയുള്ളവരാണ്. എന്നാൽ സ്ത്രീകൾ എല്ലാ കാര്യത്തിലും യുക്തിയില്ലാതെയാണ് എപ്പോഴും എന്ന് പറയുന്നത് സ്ത്രീകളെ തുടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് സത്യം. ഇത്രയും ഭക്ഷണം നീ കഴിക്കണം. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ സ്ത്രീകളെ വിലയിരുത്തുന്ന അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. ഇതുണ്ടാകുന്ന പ്രശ്നം ചിലപ്പോൾ ആ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ വരെ കാരണമായേക്കാം. വാഹനം ഓടിക്കുന്നതിൽ നിങ്ങൾ പിറകിലാണ്. സ്ത്രീകൾക്ക് വാഹനം ഓടിക്കുന്നത് പിറകിലാണെന്ന് പറയുന്നത് സ്ത്രീകളെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. നിങ്ങൾ വാഹനം ഓടിച്ചാൽ അത് ഗതാഗതക്കുരുക്കിനെ ഉണ്ടാക്കുന്ന മാത്രമേ സഹായിക്കൂ എന്ന് പറയുന്ന ഒരു വിഭാഗം പുരുഷന്മാരുണ്ട്. പണം കണ്ടാൽ സ്ത്രീകൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. പണം കണ്ടാൽ സ്ത്രീകൾ അങ്ങോട്ട് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവർ എന്നുള്ള പരാമർശം പലപ്പോഴും പ്രശ്നങ്ങളിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. നല്ലവരെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരുണ്ട്. നല്ല സ്വഭാവമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് പറയുന്നതും സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. ജോലിക്ക് പോകുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട്. ഉള്ള ജോലി കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കാനാണ് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുള്ള കാര്യം പറയുന്നത് സ്ത്രീകളെ വളരെയധികം ചൊടിപ്പിക്കുന്നു. ഇതുണ്ടാക്കുന്ന പ്രശ്നം സ്ത്രീകളിൽ അപകർഷതാബോധം വരെ ഉണ്ടാകും. പ്രായത്തിനനുസരിച്ചുള്ള സൗന്ദര്യമാണ് നിങ്ങൾക്കുള്ളതെന്ന് പറയുന്നത് അവർക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമാണ്. ഇത് സ്ത്രീയുടെ പ്രായം ആയെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നതെന്ന് അവർക്ക് തോന്നുന്നത്. ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം വളരെ സ്മൂത്തായിട്ട് പോകും. നിങ്ങൾ ഓർക്കും ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം വർഷങ്ങളോളം വളരെ സ്മൂത്തായിട്ട് പോകും. സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി ഓൾവേസ്. എല്ലാവർക്കും നല്ലൊരു 2025 ആശംസിക്കുന്നു.